रना रना रनु रे ഹേ ഗായ്സ്, ഇന്ന് നമ്മളൊരു ലക്നൗ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷനാണിത്. സോ അതുകൊണ്ട് എനിക്ക് അവരെ കൾച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാനുള്ളൊരു നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ തലേന്ന് നൈറ്റാണ് അവിടെ എത്തിയത്. സോ അവിടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫുള്ള് ഡാൻസും കാര്യങ്ങളും അവർ ഫാമിലിയൊക്കെ ഫുൾ എൻജോയ്മെൻറ്റും ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവർ. എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് അവരുടെ ചടങ്ങുകളൊക്കെ തുടങ്ങിയിരുന്നു. അതിൽ മെയിൻ ചടങ്ങാണ് ഈ തേൽ പൂജ എന്ന് പറയുന്നത്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അറിവാണ് ഞങ്ങൾക്ക് തരുന്നത്. തേൽ പൂജ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്ത്, രാജസ്ഥാനിലൊക്കെ വെഡ്ഡിങ്ങിന് മുമ്പുള്ള ഒരു ട്രഡീഷണൽ ഹിന്ദു ആചാരമാണ് ഈ തേൽ പൂജ എന്ന് പറഞ്ഞാൽ. ഗ്രൂമിനും ബ്രൈഡിനായാലും അവരവരുടെ വീട്ടിലാണ് ഈ ചടങ്ങ് നടക്കുക. അവർക്ക് ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഈ ചടങ്ങ് ചെയ്യാൻ കല്യാണം കഴിക്കാത്ത സിംഗിളായിട്ടുള്ള പെൺകുട്ടികളാണ് അവിടെ. എല്ലാവരും മേക്കപ്പും അവരെ വെഡ്ഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആരും അവിടെ ഇല്ലേനു, ഗേൾസൊന്നും. സോ ഞങ്ങളവിടെ മൊരട്ട് സിംഗിൾസ് അവിടെ വെറുതെ നിൽക്കണോണ്ട് ഞങ്ങളവർ വിളിച്ചു. അങ്ങനെ നമ്മളാണ് ആ ഒരു ചടങ്ങ് ചെയ്തത്. നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. रुको मैं बात करा रहा हूँ। हो गया अब और कहीं लगा ले नहीं സ്മൈൽ സ്മൈൽ. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി സെറ്റാക്കി വെഡ്ഡിങ്ങിന് ഓഡിറ്റോറിയത്തിലെത്തി.
അവർ ഗ്രൂമിനെ കുതിരവണ്ടിയിലൊക്കെ കയറ്റി ആനയിച്ചിട്ടാണ് വെൽക്കം ചെയ്യുന്നത്. അങ്ങനെ ഡാൻസൊക്കെ ചെയ്തിട്ടാണ് അവർ കുതിരവണ്ടി ഇങ്ങനെ കൊണ്ട് ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഈ ഗ്രൂമിനെ വെൽക്കം ചെയ്യുന്നത്. എന്നിട്ട് നമ്മളതിൻ്റെ കൂടെ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തി. ഫുൾ ഡാൻസും ഫുൾ ചിൽ വൈബ് അതിനോടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുൾ കളർഫുൾ സാരികളൊക്കെ ആയിട്ട്. നോർത്ത് ഇന്ത്യയിൽ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡ്രസ്സാണ് ഫുൾ കളർഫുള്ളായി. കാരണം പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഫുൾ കളർഫുള്ളായിട്ട് വെഡ്ഡിങ്ങിനൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ ഫുൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു അവരുടെ ഫുഡ്. നമ്മൾ വിചാരിക്കും നമ്മൾ നാട്ടിൽ വെഡ്ഡിങ് ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ കൊടുക്കുക, ഫുള്ള് മറ്റേ കോഴി അങ്ങനെ ആക്കിയതും ഇങ്ങനെ ആക്കിയതും നമുക്ക് പല പല ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെക്കാണ്ടാവുമല്ലോ. പക്ഷേ നമ്മൾ വെജിറ്റേറിയൻ ആകുമ്പോൾ നമ്മൾ ആലോചിക്കും എന്താ കാര്യം ഇവർ കൊടുക്കുക. അങ്ങനെ വെജിറ്റേറിയൻ ആകുമ്പോൾ ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ, അതായത് നല്ല നമ്മളിതിൽ ഈ അൽഫാം സാധനങ്ങളൊക്കെ അല്ലേ അതുപോലത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ വെക്കാൻ നമ്മൾ ആലോചിക്കും, ഇങ്ങനെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയെന്ന് പറയാം. വെജിറ്റേറിയനിൽ തന്നെ ഇവർ നമ്മളെങ്ങനെയൊക്കെ സെറ്റപ്പാക്കുന്ന ആ രീതിയിലൊക്കെ അടിപൊളിയാക്കിയിട്ട് പല പല ഐറ്റംസ്, നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് ഐറ്റംസ് ഇവർ കല്യാണത്തിന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക റിച്ച് വൈബ് കിട്ടുന്ന രീതിയിലാണ് അവർ ആ ഫുഡും കാര്യങ്ങളൊക്കെ വെജിറ്റേറിയൻ ആണെങ്കിൽ സെറ്റാക്കിയിട്ടുള്ളത്. ഫുൾ വെജായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കി. പിന്നെ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മാറ്റി. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണൂലേ ഹിന്ദി ഈ കല്യാണങ്ങളുടെ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ കോസ്റ്റ്യൂമൊക്കെ. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ ഫുൾ അടിച്ച് പൊളിച്ച്. നോർത്ത് ഇന്ത്യൻ കല്യാണത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറേ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വെറൈറ്റി സാധനങ്ങൾ നമുക്കിങ്ങനെ കണ്ടാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര നല്ല എന്താ പറയുക കാണാൻ നല്ല രസമുള്ള കുറേ ചടങ്ങുകളുണ്ട്. നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്ങും അറ്റൻഡ് ചെയ്യാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി, ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ തിരിച്ചു. പക്ഷേ റിട്ടേൺ തിരിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഒരു സ്ഥലം കാണാൻ പോയി ലക്നൗവിൽ. പിറ്റേ ദിവസം എന്തായാലും നൈറ്റാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. സോ അത്ര നേരം ടൈമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച സ്ഥലം കൂടി പോയി. ആ സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. സോ ബൈ.